ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ മഹാനായ പൗലോസ് ഭാഗം 215. യഹൂദ മതകാര്യങ്ങൾ നന്നായി അറിയാവുന്ന അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷ സന്ദേശം അറിയിക്കുവാനും തൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാനും പൗലോസ് ലഭിച്ച ഈ സുവർണാവസരത്തിൽ അവൻ അതീവ സന്തുഷ്ടനായിരുന്നു. റോമൻ ചക്രവർത്തിയെ പൗലോസ് അഭയം ചൊല്ലിയിരുന്നതിനാൽ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പാകെ ഒരു പ്രതിവാദം നടത്തേണ്ട കാര്യം ഇല്ലായിരുന്നുവെങ്കിലും ഉന്നതന്മാരായ വ്യക്തികളുടെ മുമ്പാകെ ക്രിസ്തുവിനെ സാക്ഷിപ്പാൻ ലഭിച്ച അവസരം തക്കത്തിൽ വിനിയോഗിക്കാമെന്ന് തന്നെ പൗലോസ് തീരുമാനിച്ചു. പ്രസംഗകലയുടെ എല്ലാ നിബന്ധനകളും അനുസരിച്ചുള്ള ഒരു പ്രഭാഷണമായിരുന്നു അത്. ഉപചാരപരമായ ആമുഖവും ഒരു പരീശൻ എന്ന നിലയിൽ തൻ്റെ മാനസാന്തരത്തിന് മുമ്പും പിമ്പുമുള്ള ഇസ്രയേലിൻ്റെ പൈതൃകമായ പ്രത്യാശയിലുള്ള പൂർണ്ണ നിശ്ചയവും ക്രിസ്തീയ വിശ്വാസികളെ പീഡിപ്പിക്കുന്നതിലുള്ള തൻ്റെ തീഷ്ണതയും ദമോസ്കസിലേക്ക് പോകുമ്പോഴുണ്ടായ കർത്താവിൻ്റെ ദർശനവും മാനസാന്തരവും സ്വർഗീയ വിളിക്കനുസരിച്ചുള്ള തൻ്റെ ജീവിത രീതി, യെരുശലേമിൽ വിളിച്ചുള്ള തൻ്റെ അറസ്റ്റ്, തൻ്റെ പ്രസംഗ വിഷയ സംക്ഷേപം, ഉപസംഹാരം എന്നിങ്ങനെ പൗലോസ് തൻ്റെ പ്രസംഗം ആകർഷകമായ നിലയിൽ തന്നെ അവതരിപ്പിച്ചു. ആ പ്രസംഗം ഇങ്ങനെയാണ് പൗലോസ് പ്രസംഗിച്ചത്: അഗ്രിപ്പ രാജാവേ, യഹൂദന്മാർ എൻ്റെ മേൽ ചുമത്തുന്ന എല്ലാ കുറ്റങ്ങളെയും കുറിച്ച് ഇന്ന് തിരുമുമ്പാകെ പ്രതിപാദിപ്പാൻ ഇടവന്നതുകൊണ്ട് വിശേഷാൽ നീ യഹൂദന്മാരുടെ ഇടയിലെ ആചാരങ്ങളും തർക്കങ്ങളും എല്ലാം അറിയുന്നവനാകുകയാൽ ഞാൻ ഭാഗ്യവാനെന്ന് നിരൂപിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രതിവാദം ക്ഷമയോടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ ജാതിക്കാരുടെയിലും യെരുശലേമിലും ആദ്യം മുതൽ ബാല്യം മുതൽ തന്നെ തുടങ്ങിയുള്ള എൻ്റെ നടപ്പ് യഹൂദന്മാർ എല്ലാവരും അറിയുന്നു. ഞാൻ നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മത ഏറിയ മതഭേദപ്രകാരം പരീശനായി ജീവിച്ചു എന്ന് അവർ ആദ്യം മുതൽ അറിയുന്നു. അവർക്ക് മനസ്സുണ്ടെങ്കിൽ സാക്ഷ്യം പറയാം. ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കാൻ ആശിക്കുന്നതും ആയ ആ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിൽ ആയിരിക്കുന്നത്. ആ പ്രത്യാശയെ ചൊല്ലിയാകുന്നു രാജാവേ യഹൂദന്മാർ എൻ്റെ മേൽ കുറ്റം ചുമത്തുന്നത്. ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നത് വിശ്വാസയോഗ്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ത്? നസ്രായനായ യേശുവിൻ്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണമെന്ന് ഞാനും വിചാരിച്ചു. സത്യം, അത് ഞാൻ യെരുശലേമിൽ ചെയ്തിട്ടുമുണ്ട്. മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു. അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു. ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചും പലതും പറഞ്ഞും ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും അവിടെ നേരെ അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യ പട്ടണങ്ങളോളം ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. ഇങ്ങനെ ചെയ്തു വരികയിൽ ഞാൻ മഹാപുരോഹിതന്മാരുടെ അധികാരത്തോടും ആജ്ഞയോടും കൂടെ ദമോസ്കസിലേക്ക് യാത്ര പോകുമ്പോൾ രാജാവേ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞ ഒരു വെളിച്ചം ആകാശത്ത് നിന്ന് എന്നെയും എന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. ഞങ്ങളെല്ലാവരും നിലത്ത് വീണപ്പോൾ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിൻ്റെ നേരെ തൊഴിക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ. എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്ക. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാകാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും ഇനിയുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവിടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് തിരിപ്പാനും ഞാനിപ്പോൾ തന്നെ അവിടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമോസ്കസിലും യെരുശലേമിലും യഹൂദദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തര യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. നിമിത്തം യഹൂദന്മാർ ദേവാലയത്തിൽ വെച്ച് എന്നെ പിടിച്ചു കൊല്ലുവാൻ ശ്രമിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ സഹായം ലഭിക്കുകയാൽ ഞാൻ ഇന്നുവരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചമറിയിക്കുകയും ചെയ്യും എന്ന് പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം.